തിരുവനന്തപുരം നഗരസഭയിലെ അശാസ്ത്രീയ വാർഡ് വിഭജനത്തിനെതിരെ ബിജെപി ജില്ലാ അധ്യക്ഷൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. പാളയം ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫീസിന് മുൻപിൽ നിന്നും ആരംഭിച്ച യാത്രയുടെ ഉദ്ഘാടനം റിട്ടയർഡ് ജസ്റ്റിസ് എം.ആർ. ഹരിഹരൻ നിർവഹിച്ചു. CPM നടപടിയെ നിയമപരമായി നേരിടുമെന്ന് ബിജെപി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി രാജേഷ് പറഞ്ഞു. നഗരസഭയിൽ ഒരു വാർഡ് അധികമായി കൂട്ടിച്ചേർക്കുന്നതിന് മുഴുവൻ വാർഡുകളും വെട്ടിമുറിക്കുന്ന CPM നടപടിക്കെതിരെയാണ് ബിജെപിയുടെ പ്രതിഷേധം. പാളയം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥ വിവിധ വാർഡുകളിൽ പര്യടനം നടത്തും. മേയർ ആര്യ രാജേന്ദ്രന്റെ 5 വർഷത്തെ അഴിമതികൾ വാർഡ് വിഭജനത്തിലൂടെ മറികടക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ വി രാജേഷ് കുറ്റപ്പെടുത്തി. ഈ വാർഡ് വിഭജനം എന്തിനു നടത്തുന്നു എന്ന് വെച്ചാൽ ഈ വാർഡ് വിഭജനത്തിലൂടെയെങ്കിലും അധികാരം പിടിച്ചില്ലെങ്കിൽ സഖാക്കന്മാർക്ക് കോടിക്കണക്കിന് രൂപ ഇതുപോലെ തിന്നു കൊഴുക്കുവാൻ കിട്ടുകയില്ല. അവരൊക്കെ തന്നെ പണിക്ക് പോകേണ്ടി വരും, അന്തസ്സായിട്ട് ജോലിക്ക് പോകേണ്ടി വരും. നഗരസഭയുടെ വിവിധ മേഖലകളിലൂടെയെല്ലാം വാഹന പ്രചരണ ജാഥ കടന്നുപോകുമെന്ന് വി രാജേഷ് അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അതുപോലെ നെയ്യാറ്റിൻകര, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വർക്കല മുനിസിപ്പാലിറ്റികൾ, പിന്നെ പ്രധാനപ്പെട്ട ചില പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഈ ജാഥ എത്തും. അതിനുശേഷം മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ മറ്റ് ജാഥകൾ ഉണ്ടാകും. കേരളത്തിലെ പഞ്ചായത്ത് കോർപ്പറേഷൻ വാർഡുകൾ CPM-ന്റേതാക്കി തീർക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്ന് CPM ബന്ധം ഉപേക്ഷിച്ച് BJP-യിലെത്തിയ മധു മുല്ലശ്ശേരി പറഞ്ഞു. തികച്ചും കൊള്ളരുതായ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അഴിമതിയിൽ നിൽക്കുന്ന ഒരു സർക്കാരിനെ ഒരു പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് വീണ്ടും പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം കേരള സർക്കാർ എടുത്തിട്ടുള്ളത്. വാഹന പ്രചരണ ജാഥയുടെ ആദ്യ സ്വീകരണം പാളയം കന്നിമേര മാർക്കറ്റിന് മുന്നിൽ നടന്നു. തുടർന്ന് പ്രതിനിധികൾ മാർക്കറ്റ് സന്ദർശിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് M.R. ഹരിഹരൻ വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് IPS ശ്രീലേഖ മുഖ്യപ്രഭാഷണവും നടത്തി. പാർലമെന്ററി പാർട്ടി നേതാവ് M.R. ഗോപന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ BJP നേതാക്കളായ VT രമ, C ശിവൻകുട്ടി, തമ്പാനൂർ സതീഷ്, നഗരസഭാ കൗൺസിലർമാരടക്കം അണിനിരന്നു. ജനം, തിരുവനന്തപുരം.